ഇടത് കൈക്ക് Recording മുകളിൽ in വലതു progress. കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. നിങ്ങളിപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭാവി ജീവിതത്തിലെ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളതിൽ ജീവിക്കുകയാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണ ഊർജസ്വലനാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും നിങ്ങൾ കൂടുതൽ ഉന്മേഷഭരിതനാകുന്നതും നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ശരീരത്തിനുപകരിക്കുന്ന പോഷക ഗുണമുള്ള ആഹാരമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബവും സുഹൃത്തുക്കളും നിങ്ങളുടെ ഉന്മേഷത്തെയും ശാരീരിക സൗന്ദര്യത്തെയും പ്രശംസിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നുണ്ട്. ശരീരം കൊണ്ട് കീഴടക്കാൻ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലും ആരോഗ്യത്തിലും കൂടുതൽ തൃപ്തി നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് ശരീരം കൂടെ നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് അതിനെ പരിപാലിക്കുന്നു. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം. എൻ്റെ നല്ല ആരോഗ്യത്തിന് എനിക്ക് നന്ദിയുണ്ട്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ആരോഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പൂർണ്ണമായും ഊർജ്ജസ്വലമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എത്രയും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നുവോ അത്രയും കൂടുതൽ ഊർജം എനിക്ക് ലഭിക്കുന്നു. എനിക്ക് ആരോഗ്യമുള്ള ഒരു ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കാൻ എല്ലാവരും എന്നെ സഹായിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നു. എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ അതിരറ്റ സന്തോഷം അനുഭവിക്കുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കാം.
അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറാകും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല, അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ക്ലാസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിലും പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ചും കൂടി മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ ഫോക്കസ്, കാംനെസ്, ഇതുപോലത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ എങ്ങനെ ഫോക്കസ് കൂട്ടാം, എങ്ങനെ കാംനെസ് കൂട്ടാം, അല്ലെ, നമ്മളെല്ലാവരും കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആയിട്ടും ഫോക്കസ് ആയിട്ടും കാമായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോ പൊതുവെ മനുഷ്യന്മാർക്ക് രണ്ട് സ്റ്റേറ്റ് ഉള്ളത്. ഒന്നുകിൽ അവർ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് അവർക്ക് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി പ്രസന്റ് ആയിട്ടിരിക്കുക. അതായത് എന്താണോ നമ്മൾ കാര്യം ചെയ്യുന്നത്, ആ കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി ലിവ് ചെയ്യുക, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാവട്ടെ, ഇഷ്ടമില്ലാത്ത സാധനങ്ങളാവട്ടെ, എന്ത് തന്നെ ആവുമ്പോഴും നമ്മൾ അതിന്റെ ഫുൾ എസെൻസ് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ മൈൻഡ്ഫുൾനെസ് ആക്ച്വലി നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇന്ന കാര്യത്തിലാണ് മൈൻഡ്ഫുൾ ആവുക, അല്ലെങ്കിൽ ഈ രീതിയിലാണ് മൈൻഡ്ഫുൾ ആവുക എന്നൊന്നും പറയാൻ പറ്റില്ല. പല ആൾക്കാരും മൈൻഡ്ഫുൾനെസ്സിനെ മനസ്സിലാക്കുന്നതും അവർ അനുഭവിക്കുന്നതും പല രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോ ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാലും എനിക്ക് അതിന്റെ ഒരു ഐഡിയ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതിനെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തുകൊണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, മനുഷ്യന്മാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കാനാണ് താല്പര്യം. താല്പര്യം ഇൻ ദ സെൻസ്, അതായത് മനുഷ്യന്മാർക്ക് വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ഒരുപാട് നേരം വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ സമയം കളയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്നുണ്ട്. ഈ ഈ എല്ലാ നിമിഷത്തിലും ആക്ച്വലി നമ്മൾ വെറുതെ ഇരിക്കല്ല ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ വെറുതെ വീട്ടിൽ രാവിലെ എണീറ്റിട്ട് കുറെ നേരം നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും, ഒന്നുകിൽ നമ്മുടെ ഫോൺ, ഇപ്പോഴത്തെ ഒരു സമയം അനുസരിച്ച് നമ്മൾ ഫോണിലായിരിക്കും ശ്രദ്ധ ഉണ്ടാവുക. കൂടുതൽ ആൾക്കാരും ഫോണിൽ റീൽസ് കാണലും അങ്ങനത്തെ സംഭവത്തിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മേ ബി നമ്മളെ കിച്ചണിലുള്ള വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് പോകാനുള്ള വർക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലായിരിക്കും നമ്മൾ പൊതുവെ മനുഷ്യന്മാർ അവരുടെ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാവട്ടെ, ഇങ്ങനത്തെ ആൾക്കാർ പോലും ആക്ച്വലി വെറുതെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള സ്റ്റേറ്റിൽ അവരുടെ ലൈഫിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ വെറുതെ ഇരിക്കുക എന്നുള്ള സ്റ്റേറ്റിൽ നമുക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് പാസ്റ്റിലുള്ള നമ്മുടെ മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന നമ്മളെ ആങ്സൈറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളെ മൈൻഡിൽ ഫുൾ ടൈം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫിസിക്കലി, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡിൽ പല കാര്യങ്ങളും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മേ ബി അന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, കൂടുതൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള പല പല മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളെ മൈൻഡിൽ ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇതൊക്കെ മാറ്റിയിട്ട്, ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ പ്രസന്റ് ആയിട്ടുള്ള മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ മൈൻഡ്ഫുൾനെസ് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ പ്രസന്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാലും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ആക്ച്വലി ഈ നിമിഷമല്ല, നമ്മൾ
നമ്മളെ ചിന്തകൾ ആക്ച്വലി നമ്മൾ എവിടെയാണോ ഉള്ളത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനൊരു ഉത്തരം പറയാൻ പറ്റൂല, അല്ലെ? ചിന്ത എന്നുള്ള സംഭവം അല്ലെങ്കിൽ നമ്മളെ തോട്ട് എന്നുള്ളത് ആക്ച്വലി ഒരു നമുക്ക് അളക്കാനോ കാണാനോ പറ്റാത്ത ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇതിനെ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളെ ചിന്ത എന്ന് വെച്ചാൽ ഒരു ടാഞ്ചിബിൾ അല്ല, നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത ഒരു സംഭവമാണ്. പക്ഷെ ചിന്തകളാണ് ആക്ച്വലി നമ്മുടെ ലൈഫിനെ, അല്ലെങ്കിൽ ചിന്തകളാണ് ആക്ച്വലി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള വേൾഡിൽ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചിന്ത നമ്മളെ മൈൻഡിലാണ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആക്ച്വലി ചിന്തകൾ വർക്ക് ചെയ്യുമ്പോൾ മൈൻഡിൽ ഒരു തോട്ട് വരുമ്പോൾ ശരിക്കും ബ്രെയിനിൽ ന്യൂറോ സയൻസ് പറയുന്നത് ഓരോ തോട്ട് വരുമ്പോഴും ബ്രെയിനിലെ ഓരോ നെർവ്സും ഒക്കെ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് പല നെർവ്സും നമ്മൾ ഓരോ ചിന്തകൾ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ചിന്തയിലൂടെ ഒരു ഇമോഷൻ വരികയാണെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് ടച്ച് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു സംഭവം വരുമ്പോഴും ആ സംഭവം ആക്ച്വലി നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ചിന്തകളുടെ ഒരു ശക്തി എന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ ചിന്തകളും കാര്യങ്ങളും ഒക്കെ അത്ര വലിയ ഒരു സംഭവം അല്ല എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വന്നു പോയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി ഈ സംഭവങ്ങൾ നമ്മൾ ബ്രെയിനിനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ ചിന്തകളും നമുക്ക് ഓരോ ബ്രെയിനിലെ ലൈറ്റപ്പ് ആയിട്ടും അതുപോലെ ഓരോ തോട്ട്സ് നമ്മളെ ഓരോ ഫീലിങ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഈ തോട്ട്സ് ഫീലിങ്സ് ആയിട്ട് മാറുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം മെറ്റീരിയൽ ആയിട്ടുള്ള സാധനമായി മാറുന്നു. ആ മെറ്റീരിയൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തകൾ കൂടുന്നത്, അല്ലെ? എന്തൊരു ഇമോഷൻ വന്നു കഴിഞ്ഞാലും പേടി വന്നു കഴിഞ്ഞാൽ ആ പേടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ പറ്റി നമുക്ക് ചിന്തകൾ വരും. അല്ലെങ്കിൽ ഒരു ടെൻഷൻ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്കൊരു ഇമോഷൻ ആയിട്ട് വിചാരിക്കാം. അപ്പോൾ ചിന്ത ഒരു ഇമോഷൻ ഉണ്ടാക്കുന്നു, ആ ഇമോഷൻ വീണ്ടും ആ ഇമോഷനെ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ചിന്ത വീണ്ടും ആ ഇമോഷനെ കൂട്ടുന്നു. ഇത് നമുക്കൊരു മൈൻഡിൽ ഒരു ലൂപ്പായി വരുന്നുണ്ട്. അതായത് ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് ആക്ച്വലി നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കളിച്ചിട്ട് നമ്മളെ അവസ്ഥകൾ മാറുന്നത്. അതായത് നമ്മളെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് നമ്മൾ പൊതുവെ ഉണ്ടാവുന്ന എല്ലാ ആൾക്കാരും പല അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതായത് ചില ആൾക്കാർ കൂടുതൽ സമയം നമുക്ക് കാണുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ ഫുൾ ടൈമിൽ അവരുടെ മൈൻഡിൽ സ്ട്രെസ്സും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുക. ചില ആൾക്കാർക്ക് അവരെ പറ്റിയിട്ടുള്ള വിശ്വാസം കുറവുള്ളതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവരെ പറ്റി നെഗറ്റീവ് രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് എന്തൊരു അവസ്ഥ ആവട്ടെ, ഇതിന്റെ ഒക്കെ റീസൺ എന്താ വെച്ചാൽ നമ്മളെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസോ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ഓരോ ചിന്തകൾ ഇട്ടെന്ന് അത് ഓരോ ഇമോഷൻസ് ആയിട്ട് ആ ഇമോഷൻസ് നമ്മൾ ചിന്തകളെ കൂട്ടി ഇതിങ്ങനെ ഒരു സൈക്കിളായി വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇത് ആക്ച്വലി ഒരു കൂടുതൽ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കൂടുതൽ എന്താണ് നമ്മുടെ ബ്രെയിന് സ്ട്രോങ്ങർ ആയി വരും. അതായത് ഒരേ ചിന്ത ബ്രെയിന് ന്യൂറോ സയൻസിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരേ ചിന്തയാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ സാധനം നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് അതിന് കുറച്ചും കൂടി ഈസിലി ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, നമ്മള് എന്തൊരു സാധനം നമ്മൾ ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ അതിനോട് അഡാപ്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഇമോഷൻസിനോടും നമ്മുടെ ബ്രെയിൻ ആക്ച്വലി അഡാപ്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ എന്ത് ചിന്തകൾ വന്നാലും ആ ഇമോഷൻസിന് അത് കൂട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ് കൂടിയിട്ട് ഒരു സമയത്ത് എത്തുമ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മളെ ഇതും ആ ഒരു ഇമോഷനിലേക്ക് അഡാപ്റ്റഡ് ആവും. കുറച്ച് കഴിഞ്ഞാൽ ആ ഇമോഷനിൽ അഡിക്റ്റഡ് ആവും. അഡിക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അഡിക്റ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ അഡിക്റ്റ് ആവാന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ട്രെസ് അതുപോലെ ഇതുപോലത്തെ എന്തൊരു ഇമോഷൻസ് ഉണ്ടെങ്കിലും അതിലോട്ട് പോലും നമ്മുടെ ബ്രെയിന് അഡിക്റ്റഡ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പോലും അറിയാതെ
ഇതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ തേടി പോകുന്നത് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവം പൊതുവെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ത് തന്നെ ഉണ്ടാവട്ടെ, ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് എന്താണോ അത് ആക്ച്വലി നമ്മളെ ആക്ച്വൽ സ്റ്റേറ്റ് അല്ല. അപ്പൊ അതായത് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് അല്ല. ഇപ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോ കംപ്ലീറ്റ്ലി ഈ ഒരു നിമിഷത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏതൊക്കെ ചിന്തകൾ, നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോ ഈ ഒരു സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് ഇത് ഹാർഡറായി നമ്മൾ ബ്രെയിനിനെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു അഡിക്ഷൻ ആയി മാറി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെ മൈൻഡ്ഫുൾനെസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന തോട്ടുകൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പറയും നമ്മൾ കംപ്ലീറ്റ്ലി ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലെത്താം എന്ന് നമ്മൾ പറയും. നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. പക്ഷെ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മുടെ മൈൻഡിലേക്ക് തോന്നുന്ന തോട്ട്സ് ഒക്കെ നമ്മളെ പാസ്റ്റിനെ പറ്റിയിട്ടാണെങ്കിൽ അവിടെ നമ്മൾ എന്തോ ആയി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ആ ഒരു സംഭവത്തിൽ നമുക്ക് മൈൻഡ്ഫുൾ ആയി ഇരിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലും നമ്മൾ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ അവർക്ക് പാസ്റ്റുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ കയറി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ആങ്സൈറ്റി ഇത് ഇങ്ങനെ കയറി വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ നോക്കുമ്പോഴും പൊതുവെ ആൾക്കാർ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ എത്ര ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ ബ്രെയിന് അതിനെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിന്റെ അപ്പുറത്തോട്ട് നമ്മളെ ആക്ഷൻസോ നമ്മളെ തോട്ട്സോ പോകുന്നില്ല. അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇന്ന് മടി തോന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറികടക്കാനുള്ള ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പാസ്റ്റിലാണ് ജീവിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ, അത് മടി എന്നുള്ള സെൻസിൽ മാത്രമല്ല, ഏതൊരു ഇമോഷനിലും നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഇമോഷൻസിൽ, നമ്മളെ തോട്ട് പ്രോസസ്സിലൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അപ്പോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോലും നമ്മൾ വെറുതെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നതിലുപരി ഈ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി വരുന്ന തോട്ടിൽ നമ്മൾ ഒന്ന് ചെറിയ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റണം. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ, ഈ മെഡിറ്റേഷനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബ്രെയിനിനെ പറ്റിയിട്ടും ബ്രെയിനിന്റെ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടും പറയണം. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്. അത് ഏറ്റവും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ ബ്രെയിനിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മൾ ബ്രെയിനിലുണ്ട്. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഇത് കാണിക്കൂ, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതില് നമ്മുടെ ബ്രെയിനിന് ആക്ച്വലി പല പല സ്റ്റേറ്റുകൾ ഉണ്ട്. നമ്മൾ എണീറ്റ് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അലേർട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ബോധപൂർവം ഇരിക്കുന്ന സ്റ്റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ആണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ DMN. ഇതിൽ പല പല ഇതിന്റെ പേരും കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം എന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പൊ DMN എന്നുള്ള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിൻ ഒരു എന്താ വെച്ചാൽ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഓരോ ചിന്തയിലും കാര്യത്തിലും ഒക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ നമ്മളെ പാസ്റ്റിലുള്ള സ്ട്രെസ്സുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നമുക്ക് തോന്നുന്ന പല പല
ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ആൾക്കാർ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പോലും അവരുടെ മൈൻഡ് ആക്ച്വലി ഒരു ട്രാൻസ് ആയിട്ടുള്ള സ്റ്റേറ്റില്ല. അവര് സ്വന്തമായിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ റീൽസ് ആ ഒരു ഇതിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു, പല പല കാര്യങ്ങളിൽ കയറുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ തലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കയറുന്നുണ്ടെന്ന്. പക്ഷെ ആക്ച്വലി ഒരു 100 റീൽസ് കണ്ടാൽ 1-2 റീൽസ് നമ്മുടെ മൈൻഡിൽ കയറി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ പല ആക്ടിവിറ്റീസും നമ്മൾ ഹൈലി ഹൈലി നമ്മളെ അറ്റൻഷൻ പിടിക്കാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു തോട്ട് ഉണ്ട്, നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അടുപ്പിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യത്തിനും ഫോക്കസ് കൊടുക്കുക. ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങളും ഒപ്പം ചെയ്യുക. നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യണം അത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്കിംഗ്, അതിന്റെ കൂടെ ക്ലീനിങ്, അതിന്റെ കൂടെ മറ്റേ അങ്ങനെ പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നാണ് നമ്മളൊരു പൊതുവെയുള്ള ധാരണ. എനിക്കും അതുപോലെ കുറെ കാലം ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അയക്കും. പെട്ടെന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ബുക്കിൽ എഴുതണമെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ചെയ്യും. ആക്ച്വലി ഇത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ട് ബ്രെയിനിനെ ഒരു ക്ഷീണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനും നമ്മളൊരു ടയർഡ്നെസ്സിലേക്ക് എത്താൻ ഭയങ്കര ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ നമുക്ക് ഒരു ഗുണവും ഇല്ല. ആക്ച്വലി നമുക്ക് കൂടുതൽ ഗുണം ഉണ്ടാവാന്ന് വെച്ചാൽ ഒറ്റ കാര്യത്തിൽ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലും അതേപോലെ ബാക്കിയുള്ള കാര്യത്തിലും നമുക്ക് കൂടുതൽ എന്താണ് റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മെമ്മറിയിലൊക്കെ ഒരു സാധനം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരേ സമയം ഒരു കുട്ടി കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ മൂന്നിനും ഒരു മാർക്കും ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം പഠിച്ചാൽ അതിലേക്കും ആൾ പാസ്സാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യത്തിൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ് ആണ് റെഡ്യൂസ്ഡ് ബീറ്റ സ്റ്റേറ്റ്. ഇതാണ് നോർമലി നമ്മൾ അവെയർ ആണ്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യത്തിലാണ് നമുക്ക് മേ ബി നമ്മളെ ചെറിയ ബുക്ക് വായന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ഉറക്കത്തിലല്ല നമുക്ക് ബോധമുണ്ട്, നമ്മൾ എന്തായാലും ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര ഒരു തിരക്കിട്ടിട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ് ആണ് പൊതുവെ ഒരാൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന സ്റ്റേറ്റ്. അതായത് നമ്മളിപ്പോ കാർ ഓടിക്കുമ്പോൾ അതിൽ ശ്രദ്ധ വേണം, പക്ഷെ അതിൽ ഭയങ്കര ശ്രദ്ധ കൊടുത്ത് നമ്മൾ പല പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർ ഓടിക്കുന്നതിൽ കൂടുതൽ ഇതുണ്ടാവില്ല, നമ്മുടെ ആക്സിഡന്റ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ റോഡിലും ഇങ്ങനത്തെ എന്താണോ ഡ്രൈവിങ്ങിന് ആവശ്യമുള്ളത് അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ശ്രദ്ധ കൊടുക്കേണ്ടത് ആ സാധനത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബീറ്റ സ്റ്റേറ്റ്. അടുത്ത സ്റ്റേറ്റ് ആണ് ആൽഫ സ്റ്റേറ്റ്. ഇതാണ് നമ്മൾ പൊതുവെ നമ്മളെ ചിന്തകളൊക്കെ കുറഞ്ഞ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാർ എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആൽഫ സ്റ്റേറ്റ്. ഇത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്സസ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മുടെ മൈൻഡിന് ഈ ഒരു ആൽഫ സ്റ്റേറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം മാറുന്ന കാണാൻ പറ്റും. കാരണം നമ്മുടെ ഫോക്കസ്, അതുപോലെ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന സംഭവം, പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻ ആവുന്ന സാധനങ്ങൾ നമ്മൾ എതിർക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കുറെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള കളർഫുൾ ആയിട്ടുള്ള സാധനം കാണുമ്പോൾ നമുക്ക് അതിനോട് ഒരു എതിർപ്പ് തോന്നാൻ തുടങ്ങും. കാരണം ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മളെ ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നത്തെ ഒരു സ്റ്റേറ്റ് ആണ് തീറ്റ സ്റ്റേറ്റ്. തീറ്റ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഇതാണ് പല ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ കാരണം. അതായത് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു ഫീലിംഗ്, ഒരു എക്സ്പീരിയൻസ് കിട്ടാനുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല. അത് പല ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസിൽ പല പല വിഷ്വൽസ് കാണുന്നു, പിന്നെ അവര് വേറെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ തീറ്റ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പിൽ പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഒരു 5 സ്റ്റേറ്റിൽ
നമ്മൾ ആക്ച്വലി പൊതുവെ ആൾക്കാർ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, അതായത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മെല്ലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടി ആ റെഡ്യൂസ്ഡ് ബീറ്റ സ്റ്റേറ്റിലേക്ക്, അതായത് നമ്മൾ എപ്പോഴാണോ ബോധപൂർവ്വം ഇരിക്കുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അപ്പോ ഈ രീതിയിലാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ മെഡിറ്റേഷൻ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ബേസിക് ആയിട്ടുള്ള ഒരു 5 or 10 minutes ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാംനെസ്സും നമ്മുടെ ഫോക്കസും ഒക്കെ നമുക്ക് കൂടുന്ന കാണാൻ പറ്റും. അപ്പൊ ഞാൻ അത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. ഒരിക്കലും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന, പുറത്ത് സൗണ്ട് വരുന്ന ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഇരിക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് നല്ല റിലാക്സ്ഡും കാമായിട്ട് ഇരിക്കാൻ പറ്റണം. പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടക്കാൻ പാടുന്ന റീസൺ എന്താ വെച്ചാൽ, നമ്മൾ കണ്ണിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ആ ഒരു സംഭവം കൂടി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മളെ ബ്രീത്തോ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഫോക്കസ് ആ ഫുൾ സംഭവത്തിൽ നിന്നും നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ കുറച്ച് വന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ നമ്മളെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് കണ്ണടച്ച് നമ്മൾ നല്ലൊരു പൊസിഷനിൽ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മെല്ലെ ബ്രീത്ത് വിടുക. ആ ഒരു ബ്രീത്തിലേക്ക് നമ്മളെ ഒരു കോൺസെൻട്രേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഭയങ്കര ഫാസ്റ്റില് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ റിലാക്സേഷൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ബോഡിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ബ്രീത്തിന്റെ റേറ്റ് ആണ്. നമ്മൾ സ്പീഡിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ ആക്റ്റീവ് ആവാൻ ചെയ്യാം. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വേണ്ടത് ആ ആക്റ്റീവ് സ്റ്റേറ്റ് അല്ല, നമുക്ക് റിലാക്സ്ഡ് സ്റ്റേറ്റാണ് വേണ്ടത്. ഏറ്റവും മാക്സിമം നമ്മൾ ബ്രീത്തിനെ സ്ലോ ആക്കിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഇരുന്ന് ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, സാധാരണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിൽ എന്തൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താലും നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പൊ നമ്മളെ തോട്ടുകൾ വരും, പല പല കാര്യങ്ങൾ വരും. ചിലപ്പോ നമ്മൾ ഈ പുറത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാണ്ടെങ്കിൽ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവാണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും ആൾക്കാരെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ തലേന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മൈൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കോമൺ ആണ്. ഇതൊരിക്കലും ഇത് കുറെ കാലം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു തോട്ട് വരുന്നത് കോമൺ ആണ്. നമ്മുടെ മൈൻഡിന്റെ ഒരു ഇതെന്ന് വെച്ചാല്, ചിന്തകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ മൈൻഡ്. അപ്പൊ ചിന്തകൾ തരുന്നത് ആക്ച്വലി പ്രശ്നമല്ല, പക്ഷെ ആ ചിന്തകൾ നമ്മൾ കൺട്രോൾഡ് അല്ലാതെ ആകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പൊ ആ കൺട്രോളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീസ്. അപ്പൊ നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നല്ല ബ്രീത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഒരു തോട്ട് വരുമ്പോൾ നമ്മൾ ആ തോട്ടില് ഒരു ശ്രദ്ധ കൊടുക്കാം. നമ്മൾ മൈൻഡ്ഫുൾ ആവാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളെ പുറത്തിൽ നിന്ന് ഒരാൾ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാം, ആ രീതിയിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ പറ്റി ശ്രദ്ധിക്കുക. അതായത് ആ ചിന്തയും ഞാനും സെപ്പറേറ്റ് ആണ്, ഞാനല്ല എൻ്റെ ചിന്തകൾ. ആ ഒരു ഡിസ്റ്റിങ്ഷനിലോടുകൂടി, ആ ഒരു ഡിഫറൻഷിയേഷനിലോടുകൂടി നമ്മൾ ചിന്തകളെ ചിന്തിക്കുക. അപ്പൊ എന്ത് ചിന്ത വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിനൊരു മെത്തേഡ് ഉണ്ട്. ഇതിന് മൂന്ന് സ്റ്റെപ്പ് മെത്തേഡ് നമ്മൾ പറയുന്നത്. അതായത് ക്യാച്ച്, ലേബൽ, ക്യൂരേറ്റ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് എന്താണോ ചിന്ത വരുന്നത് അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോട്ടീസ് ചെയ്യാം, വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അത് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത നോട്ടീസ് ചെയ്യാം. അപ്പോ നമുക്ക് ഭയങ്കര ചിലപ്പോൾ നമുക്ക് ചിന്തകളായിരിക്കും, നമുക്ക് ഇമോഷൻസ് ആയിരിക്കും വരിക. കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തകൾ ചില സമയത്ത് മാറി ഇമോഷൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ ചിന്ത വരുന്നതിന്റെ കൂടെ തന്നെ ഇമോഷൻസ് കയറി വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഇമോഷൻസിന്റെ ബാക്കിലും ഒരു ചിന്ത എടുക്കുന്നുണ്ട് എവിടെ. അപ്പൊ ആ ചിന്തനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു ചിന്ത വരുന്നതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇമോഷനാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷനെ പറ്റിയിട്ട് ചിന്തിച്ചാലും മതി. നമ്മൾ അതിനിങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ അതിനിങ്ങനെ റിലീസ് ചെയ്യണ പോലെ വിചാരിക്കുക. എന്നിട്ട് എന്താണോ സംഭവം എന്നുള്ളത്, ഇപ്പോ നമുക്ക് വന്നിട്ടുള്ളത് പേടിയാണ്, വന്നിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ അതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനൊരു പേര് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ചിന്ത എന്നുള്ളത് ഒരു പേടി അല്ലെങ്കിൽ ഫിയർ, നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് അതുപോലത്തെ ഒരു പേര് നമുക്ക് കൊടുക്കാം. അത് ഈ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു സാധനത്തിന് നമ്മൾ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഭാഗമല്ലാതായിട്ട് നമ്മളെ മൈൻഡിന് മനസ്സിലാവും. അതായത് നമ്മളെ ഉള്ളിൽ ആക്ച്വലി നമ്മുടെ ചിന്തകളും നമ്മളും വ്യത്യാസമുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സംഭവം മാത്രമാണ് നമ്മുടെ ചിന്തകൾ. അപ്പൊ നമ്മൾ ഒരു ലേബൽ അല്ലെങ്കിൽ പേരിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ചിന്തയിൽ നിന്ന് ഒരു സെപ്പറേഷൻ വരും. പിന്നത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയങ്കര പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ മെഡിറ്റേഷൻ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ജേർണൽ ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഈ എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തോട്ടും കാര്യങ്ങളൊക്കെ റിലീസായി പോകും. ഇനി അതല്ല നല്ല ചിന്തയാണെന്ന് വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നേരം ആ ചിന്തകളെ ചിന്തിച്ചിട്ട് വീണ്ടും തിരിച്ച് നമ്മളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചിന്ത വരും. ചിലപ്പോൾ ഈ സെയിം ചിന്ത ആയിരിക്കും വരാം. ആ സമയത്ത് നമ്മൾ വീണ്ടും നോട്ടീസ് ചെയ്യാം. അതിനെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ലേബൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ മെല്ലെ വിട്ടുകളയാം. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് 10 മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സെക്കൻഡോ 10 സെക്കൻഡോ ഒക്കെ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഇരുന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്കത് മെല്ലെ ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളെ മൈൻഡ്ഫുൾനെസ്സും നമ്മുടെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റും ഒക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സമയം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മൈൻഡ്ഫുൾ ആവാന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളെ സ്ട്രെസ് റിലീസ് ചെയ്യാനും നമ്മളെ ഇമോഷണൽ വെൽബീയിങ്ങിനും ഫോക്കസിനും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പക്ഷെ നമ്മൾ ഫുൾ ടൈം നമുക്ക് നമ്മളെ ചിന്തകളും നമ്മൾ ആ ഒരു അവയർനെസ്സിൽ ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ അത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരു ആക്ടിവിറ്റിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മളെ ശ്രദ്ധ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചേഞ്ചിലേക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന തോട്ടിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ തെറ്റുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് നമ്മൾ ഇത് പ്രാക്ടീസ് കൊടുക്കേണ്ട സംഭവമാണ്. ചിലപ്പോൾ നമ്മൾ ആ കറക്റ്റ് നിമിഷത്തിൽ നമുക്ക് വന്നിട്ടില്ലെങ്കിലും നമുക്ക് മെല്ലെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞ് അപ്പൊ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, ഞാൻ ഈ സമയത്ത് ഇതിലായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ മൈൻഡ് ഇതിലേക്കൊന്ന് തെറ്റിയിട്ടുണ്ട് അല്ലെ. ആ തെറ്റിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നേരത്തെ മെഡിറ്റേഷനിൽ തിരിച്ചു വന്ന് അതേപോലെ നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്ന സാധനത്തിലേക്ക് വരാം. അതേപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം ഒരാൾ നമ്മളെ വന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മളെ പുറത്ത് എന്തെങ്കിലും ഒച്ച കേട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ സമയത്ത് നമ്മൾ വീണ്ടും മൈൻഡ്ഫുൾ ആവാൻ നോക്കാം. അപ്പൊ ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്, അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ വർക്കിലേക്ക് വരാം. ഇതും നമ്മളെ ഫോക്കസും മൈൻഡ്ഫുൾനെസ്സും കൂട്ടാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റുന്നു, ഒന്ന് നമ്മൾ എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു 2 പ്രാക്ടീസസ് നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒന്ന് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് അല്ല, വളരെ വലിയ ഷിഫ്റ്റ് നമുക്ക് വരാൻ കാണാൻ പറ്റും. ഇവിടെ ഒരു കോട്ട് ഉണ്ട്, ദ ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ഈസ് അൺലേണിംഗ്. അതായത് നമ്മളെ മൈൻഡില് ഈ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെയിന് ആക്ച്വലി ഇത് ശരിക്കുള്ള സംഭവങ്ങൾ നമ്മൾ ലേൺ ചെയ്ത് പഠിച്ചു വെക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ഇമോഷൻസും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഇമോഷൻസും ബ്രെയിനിലേക്ക് വന്നാൽ ബ്രെയിന് അതിലേക്ക് വയർ ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ അതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ പഠിച്ചു വരുന്നതാണ്. ഈ പഠിച്ചു വരുന്ന സാധനങ്ങളെ നമ്മൾ മെല്ലെ മെല്ലെ അൺലേൺ ചെയ്യുക. അതായത് നമ്മൾ പഠിച്ചതിനെ നമ്മൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കിയിട്ട് അൺലേൺ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ലൈഫിൽ കൂടുതൽ മെച്ചപ്പെടാനും ചേഞ്ച് ഒക്കെ വരുത്താനും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.
നമ്മള് എന്തൊക്കെ തോട്ട്സ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് ഫസ്റ്റ് നമ്മളെ മൈൻഡിലേക്ക് വരേണ്ടത് നമ്മളല്ല ആ ഒരു തോട്ട്, അല്ലെങ്കിൽ നമ്മളല്ല ആ ഒരു ഇമോഷൻ എന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ ഞാനും ആ ഒരു സംഭവം നമ്മൾ ഇക്വേറ്റ് ആണ് ചെയ്യുന്നത്. അതായത് അത് രണ്ടും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഞാനൊരു സ്ഥലത്ത് അറിയാതെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ദേഷ്യക്കാരനാണ്, അപ്പോ അവിടെ ഞാനും ആ ഒരു ദേഷ്യം ഈക്വലായി മാറുന്നുണ്ട്. ഒരിക്കലും അങ്ങനല്ല. ഈ ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആക്ച്വലി എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവങ്ങളേ ഉള്ളൂ. അതിന് നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ നിങ്ങളെ മൈൻഡിൽ ഇങ്ങനത്തെ സ്ട്രെസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും ഈ സെയിം പാറ്റേൺ ആയിരിക്കും നമുക്ക് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ എന്താണോ പാസ്റ്റിലുള്ളത് ഈ നിമിഷത്തിൽ നമ്മൾ പാസ്റ്റിലാണ് ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാലം കഴിഞ്ഞാലും ഇപ്പോഴെന്താണ് അവസ്ഥ ആ സെയിം അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ഒരിക്കലും നമുക്ക് ചേഞ്ച് വരുന്നത് കാണാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി എന്താ വെച്ചാല് നമ്മള് ഈ ടൈമിലുള്ള ഒരു അവസ്ഥ കൂടുതൽ നെഗറ്റീവിലോട്ട് പോകാനാണ് ചാൻസ് ഉള്ളത്. കാരണം നമ്മള് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ ഓരോ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോഴും നമ്മൾ പുറത്തുള്ള എക്സ്റ്റേണൽ സാഹചര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള സാഹചര്യങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ തേടി പോയി നമ്മൾ വീണ്ടും ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സെയിം എക്സ്പീരിയൻസ് നമ്മൾ കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ മനസ്സിലാക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മാറ്റാന്നുള്ള പഠിക്കാനും, അത് ഫസ്റ്റ് സ്റ്റെപ്പ് അവയർനെസ് ആണല്ലേ. ഇപ്പൊ മൈൻഡ്ഫുൾനെസ്സിലൂടെയാണ് നമുക്ക് അവയർനെസ് കിട്ടുക. ഈ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക. ഈ അവയർനെസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പല ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, പിന്നെ വിഷ്വലൈസേഷൻ, അങ്ങനത്തെ പല ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിലൂടെ നമ്മൾ ബ്രെയിന് പഠിച്ചു വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കോഴ്സ് പോലെ, ഒരു മൈൻഡ് റീപ്രോഗ്രാമിന്റെ ഒരു കോഴ്സ് പോലെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഫോൺ നമ്പർ ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നാണല്ലോ കയറിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾ എന്നോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പേഴ്സണൽ സിറ്റിംഗ് പോലെ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ലൈഫിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറെ ഇമോഷൻസ് ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മളെ ഉള്ളിൽ കിടക്കുന്നത് ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ ഒരുപാട് കാലം മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത രീതിയിൽ വന്നിട്ടുള്ള ഈ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നിന്ന് വന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അപ്പൊ അതിന് നമ്മൾ കുറച്ചും കൂടി അവെയർ ആയിട്ട് അതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ നമുക്ക് പോകുന്നതാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് നമ്മുടെ മൈൻഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് ക്ലാസ് പല ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളും കൂടുതൽ അറിയാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. നിങ്ങൾ ചാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളെ ഓഡിയോ ഇതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഒരു പേഴ്സണൽ സിറ്റിംഗ് പോലെ നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒന്നും കൂടി ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മൈൻഡിനെ റീപ്രോഗ്രാമിങ് എങ്ങനെ ചെയ്യാം,
അത് എന്താണ് മൈൻഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന്റെ കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറ്റും. പിന്നെ നമുക്ക് കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യണം. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇതെന്താ വെച്ചാല് ഒരേ സെയിം സാധനം നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബ്രെയിനിന് അത് ഒരു ഹാബിറ്റായി മാറുക. അപ്പോൾ ചില ടൂൾസ് നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ലൈഫിന് ഒരുപാട് ചേഞ്ച് വരുന്നത് നമ്മൾ പോലും അറിയാതെ പല സ്ഥലത്തും പല ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഓക്കെ, ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. ഹൗ മെനി ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു ആദ്യം നമ്മൾ പേഴ്സണലായിട്ട് സിറ്റ് ചെയ്യാം, ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അധികം ഇരിക്കേണ്ടി വരില്ല, ചില ആൾക്കാർക്ക് ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷെ എന്നാൽ നമുക്കൊരു കുറച്ച് ദിവസം ഒരു 5 days മിനിമം നമ്മൾ ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സസ് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ, എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിങ്, എന്താണ് നമ്മുടെ ചിന്തകള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നതിന് ശേഷം പിന്നെ നമ്മളൊരു ടാസ്ക് ഉണ്ടാവും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 months ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരുപാട് ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഇതുപോലെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കുറച്ച് ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മളെ പല പല അറിവുകൾ നേടാനൊക്കെ നമ്മൾ സഹായിക്കും. തോട്ട്സിനെ വാച്ച് ചെയ്യും. ഓക്കെ, തോട്ട്സിനെ വാച്ച് ചെയ്യുന്ന സ്റ്റെപ്പ് ബേസിക്കലി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രീത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ആ ബ്രീത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്ക് വരുന്ന തോട്ട്സ് എന്ത് തന്നെ ആവട്ടെ, ഇമോഷൻസ് ആവട്ടെ, ഫീലിങ്സ് ആവട്ടെ, എന്ത് സാധനം തന്നെ ആവട്ടെ, നമ്മൾ ജസ്റ്റ് ഒരു അതിനൊന്ന് വാച്ച് ചെയ്യുക. നമ്മളൊരു എന്താണ് എങ്ങനെ പറയാന്ന് വെച്ചാല്, നമ്മൾ മുന്നിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാമ്പോ എന്തെങ്കിലും നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനിങ്ങനെ ഒരു ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കൂലേ, ആ ഒരു രീതിയിൽ ഈ സാധനം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. നമ്മൾ അത് ജഡ്ജ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് അതിൽ ഇങ്ങനെ നമ്മൾ അവെയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കുറച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് മെല്ലെ പോകുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഓരോ വട്ടം ഇത് ചെയ്യുമ്പോഴും നമ്മൾ മെല്ലെ മെല്ലെ ആ ഒരു തോട്ടിന്റെ നമ്മളെ ശരീരത്തിൽ ഉള്ള ഒരു പവർ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത് അവെയർ ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഇമോഷനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തോട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളെ ബ്രെയിന് ഇതിനെ റിയാക്ട് ചെയ്യണതിന് പകരം ഇതിനെ ഒന്ന് അവയർനെസ് സ്റ്റേറ്റിലേക്ക് എത്തും. അവയർനെസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ആ ഒരു സംഭവം നമ്മളെ എഫക്ട് ചെയ്യാൻ നമുക്ക് കുറേ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ മനസ്സിലായെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്ലാസ് കേട്ടിരുന്നതിന് എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. ഇനിയും ക്ലാസ്സസ് ഉണ്ടാവും നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ, താങ്ക് യു. Thank you. Assalamu alaikum.